നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ നടത്തിപ്പോരുന്ന OBOC എന്ന സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികൾ ഒരു വർഷത്തിനിടെ 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്ന് 66 ലക്ഷം തിരിമറി നടത്തിയതായി കണ്ടെത്തി. പണം പോയാലും വേണ്ടില്ല, ഈ ക്രിമിനൽ പ്രവൃത്തിക്കെതിരെ നിയമപരമായി ഏതറ്റം വരെയും പോകുമെന്ന നിലപാടിൽ കൃഷ്ണകുമാർ മുന്നോട്ടു പോവുകയാണ്. ഇത് സംബന്ധിച്ച് ജീവനക്കാരികളുടെ മൊഴിയെടുക്കാനായി തിങ്കളാഴ്ച രാത്രി പോലീസ് അവരുടെ വീടുകളിലെത്തിയെങ്കിലും അവർ സ്ഥലത്തില്ലായിരുന്നു. ചൊവ്വാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും എത്തിയില്ല. 69 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്ന സ്റ്റേറ്റ്മെന്റിൽ കണ്ടെത്തിയെങ്കിലും ഇവർ ഈ പണം ചെലവഴിക്കിയതെങ്ങനെയാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല. നികുതി വെട്ടിപ്പിനായി ദിയ പറഞ്ഞിട്ടാണ് പണം തങ്ങൾ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതെന്നും പണം പിൻവലിച്ച ദിയയ്ക്ക് നൽകിയെന്നുമാണ് ജീവനക്കാരുടെ മൊഴി. പലപ്പോഴും പണം പിൻവലിച്ചതായി പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ജീവനക്കാരികൾ അവരുടെ അക്കൗണ്ടുകൾ വഴി ബന്ധുക്കൾക്ക് പണം നൽകിയിട്ടുണ്ട്. ദിയ കൃഷ്ണയുടെ ഓഡിറ്ററോടും സ്റ്റേഷനിലെത്താൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ഥാപനം നികുതി അടച്ചതിന്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് തേടുന്നത്. നികുതി അടച്ചതിന്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ദിയയും കൃഷ്ണകുമാറും അറിയിച്ചു. സംഭവം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുതെന്നും താൻ BJP നേതാക്കളെയോ പ്രവർത്തകരെയോ സഹായം തേടി വിളിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രിയാണ് സമീപിച്ചതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഇതിനിടെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കൃഷ്ണകുമാറും മകൾ ദിയയും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കും. ദിയ കൃഷ്ണയുടെ ഉടമസ്ഥതയുള്ള OBOC എന്ന ജ്വല്ലറിയിലെ ജീവനക്കാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന്റെ തെളിവുകൾ നൽകുന്ന രേഖകളും CCTV ദൃശ്യങ്ങളും കൃഷ്ണകുമാർ പുറത്തുവിട്ടിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണി എന്നീ കുറ്റങ്ങൾ ചുമത്തി കൃഷ്ണകുമാറും ദിയയ്ക്കുമെതിരെ ജീവനക്കാർ കേസ് നൽകിയതിനെ തുടർന്നാണ് നടപടി. ഒരു വീഡിയോയിൽ കൃഷ്ണകുമാർ വനിതാ ജീവനക്കാരെ തട്ടിപ്പിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നത് കാണാം. 1500 രൂപ ഞങ്ങൾക്ക് ലഭിച്ചാൽ ഞങ്ങൾ 3 പേരും 500 രൂപ വീതം പങ്കിടും എന്ന ഒരു ജീവനക്കാരി പറയുന്നതും കേൾക്കാം. ദുരുപയോഗം ചെയ്ത ഫണ്ട് പരസ്പരം പങ്കിട്ടതായി സമ്മതിക്കുന്നു. എടുത്ത ആകെ തുക ഓർമ്മയില്ലെന്നും അവർ അവകാശപ്പെടുന്നു. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളും പരസ്യമാക്കിയിട്ടുണ്ട്. പണം ഉപയോഗിച്ച് റീഗൽ ജുവലേഴ്സിൽ നിന്ന് സ്വർണം വാങ്ങിയതായി കൃഷ്ണകുമാർ ആരോപിക്കുന്നു. മറ്റു 2 പേരെയും ആദ്യം ജോലിക്ക് വന്ന യുവതിയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞാണ് ജോലിക്ക് പരിചയപ്പെടുത്തിയത്. അവർ ദിയേക്കാൾ ഇളയവരാണ്. സ്വന്തം ആളുകളെപ്പോലെയാണ് ദിയ അവരോട് പെരുമാറിയത്. പണം തിരികെ നൽകാൻ അവർ സമ്മതിച്ചതിനെ തുടർന്ന് പരാതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അവർ വിളിക്കാനും ഭീഷണിപ്പെടുത്താനും തുടങ്ങിയപ്പോൾ ഞങ്ങൾ പരാതി നൽകാൻ തീരുമാനിച്ചു. സ്ത്രീകളുടെ ഭർത്താക്കന്മാരിൽ നിന്ന് ഭീഷണി കോളുകൾ വന്നു. ശ്രീവരാഗം സ്വദേശിയായ നേതാവാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ ഈ സ്ത്രീകൾക്ക് അനുകൂലമായി സംസാരിച്ചു. അവർ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെന്ന് പോലും എനിക്കറിയില്ല. 9 മാസത്തിനുള്ളിൽ 69 ലക്ഷം രൂപ തട്ടിച്ചു. ഈ തുകയ്ക്കാണ് തെളിവുള്ളത്. ഇപ്പോൾ തെളിവില്ലാത്തതിനാൽ ഒന്നും പറയാനാവില്ല എന്നും കൃഷ്ണകുമാർ പറയുന്നു. OBOCയിലെ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ച് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. 2024 ജൂലൈയിൽ തട്ടിപ്പ് ആരംഭിച്ചതായും അടുത്തിടെ നടത്തിയ ഒരു ഓഡിറ്റിൽ സ്റ്റോക്കിലും വരുമാനത്തിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതായും റിപ്പോർട്ടിലുണ്ട്. പ്രതികളായ മുൻ ജീവനക്കാരായ 3 പേരുടെ ഔദ്യോഗിക QR കോഡ് സ്കാനർ സ്വന്തം ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചാണ് പേയ്മെന്റുകൾ ഇവർ വാങ്ങിയിരുന്നത്. എന്നാലും ദിയ കൃഷ്ണയുടെ കേസുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്രയും തുക ഇവർ എന്തിനു വിനിയോഗിച്ചു, എങ്ങനെ വിനിയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. കോടതിയിൽ കൃത്യമായി വിളിച്ചിട്ടും ഇവർ പോലീസ് സ്റ്റേഷനിലെത്താനോ പോലീസിന് മുന്നിൽ ഹാജരായി കൃത്യമായ വിവരങ്ങൾ നൽകാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൽ ഏറ്റവും നിർണായകമാകുന്നത്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച പോലീസാണ് കൃത്യമായ വിവരങ്ങൾ, ഇവർ പണം തിരിമറി നടത്തി എന്നുള്ള വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ കസ്റ്റമേഴ്സിൽ നിന്ന് വാങ്ങിയ തുക എത്രയാണെന്ന് വ്യക്തത വരുത്തുവാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതേസമയം മൊഴി നൽകാമെന്ന് അറിയിച്ച 3 ജീവനക്കാരും പോലീസ് സ്റ്റേഷനിലെത്താതെ മുങ്ങി നടക്കുകയാണ്. OBOCയിലെ QR കോഡ് മാറ്റിവെച്ച് 69 ലക്ഷം രൂപ തട്ടിയെന്ന ദിയയുടെ പരാതിയെ തുടർന്നാണ് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചത്. 2024 ജനുവരി മുതൽ 66 ലക്ഷം രൂപയുടെ ഇടപാടുകളാണ് ഈ 3 ജീവനക്കാരും നടത്തിയത്. വലിയ തുക SBI ബാങ്കിൽ നടത്തിയിട്ടുണ്ട്. ഇതിൽ OBOCയിലെ കസ്റ്റമേഴ്സിൽ നിന്ന് കൈപ്പറ്റിയ പണം എത്രയെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. സാധനങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ ബിൽ ബുക്കിൽ തുക രേഖപ്പെടുത്താറുണ്ട്. ബിൽ ബുക്കും അക്കൗണ്ട് ഇടപാടുകളും പരിശോധിച്ചാൽ സ്ഥാപനത്തിന്റെ പേരിൽ ലഭിച്ച തുക എത്രയാണെന്ന് വ്യക്തമാവുന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അക്കൗണ്ട് വഴിയല്ലാതെ നേരിട്ട് ജീവനക്കാർ പണം കൈപ്പറ്റിയതായി കസ്റ്റമേഴ്സിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്.
ഇത്തരത്തിൽ നേരിട്ട് എത്ര തുക വാങ്ങി എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുകയാണ്. കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ മൊഴി നൽകാൻ ജീവനക്കാരോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ജീവനക്കാരുടെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അവർ പ്രതികരിച്ചില്ലെന്ന് പോലീസ് പറയുന്നു. തിടുക്കത്തിൽ കാട്ടിയ ആവേശം തെളിവുകൾ പുറത്തുവന്നതോടെ മാറിയിട്ടുണ്ട്. അന്വേഷണം മുന്നോട്ട് പോയാൽ ഇവർ അറസ്റ്റിലാകുമെന്ന അവസ്ഥയുണ്ടാകും. അതേസമയം മകൾ ദിയ കൃഷ്ണയുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെടുത്ത് ആരോപണമുന്നയിച്ച പെൺകുട്ടികളോട് ക്ഷമിക്കില്ല എന്ന് കൃഷ്ണകുമാർ പറയുന്നു. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകും. പെൺകുട്ടികളാണല്ലോ എന്ന് കരുതി ഈ വിഷയം പൊതുമധ്യത്തിലേക്ക് വലിച്ചിഴക്കേണ്ട എന്ന് കരുതിയെങ്കിലും പെൺകുട്ടികൾ തന്നെയാണ് ഇത് ഇത്രയും വഷളാകാൻ കാരണം. മകൾ പെൺകുട്ടികളെ തെറി വിളിക്കുന്ന വീഡിയോ ഉണ്ട്. എന്നാൽ പണം നഷ്ടപ്പെട്ട ആരായാലും ചെയ്യുന്നതേ മകളും ചെയ്തിട്ടുള്ളൂ. താൻ ഏതു പാർട്ടിക്കാരനായാലും ഇത്തരമൊരു പ്രശ്നം വന്നപ്പോൾ നേരെ മുഖ്യമന്ത്രിയാണ് കണ്ടതെന്നും ഈ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാതെ തങ്ങൾക്കൊപ്പം നിന്ന കേരള സമൂഹത്തോട് നന്ദിയുണ്ടെന്ന് കൃഷ്ണകുമാർ പറയുന്നു. പണം പോയ ഒരാൾ ചീത്ത വിളിക്കും, ഞാനായാലും വിളിക്കും. ഇവൾ ആ ഫോൺ കോളിൽ രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ട ഒരാളുടെ വേദന മനസ്സിലാക്കണമെങ്കിൽ പണം പോയവരോട് തന്നെ ചോദിക്കണം. നമ്മൾ ലോൺ എടുത്ത ഒരു ബിസിനസ് തുടങ്ങിയതാണ്. എൻ്റെ ചരിത്രം മുഴുവൻ നിങ്ങൾക്കറിയാം. കോടിക്കണക്കിന് സ്വത്തുള്ള ആളൊന്നുമല്ല ഞാൻ. എവിടെ നിന്ന് വന്നു, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്കറിയാം. അവൾ അവരെ ചീത്ത വിളിച്ചു. പക്ഷെ ആ വീഡിയോയിൽ മുഴുവൻ പറയുന്നുണ്ട് ഓരോരുത്തരും എടുത്ത പൈസ എത്ര, എങ്ങനെ അഭിനയിക്കണം എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ആത്മഹത്യ ചെയ്യും എന്ന് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആ വീഡിയോ ആണ് ഞങ്ങൾക്ക് അനുകൂലമായി വന്ന ആദ്യത്തെ തെളിവ്. എത്ര മോശമായ വ്യക്തികളാണ് ആ പെൺകുട്ടികളെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഈ കുട്ടികളുടെ മൊഴിയെടുക്കാൻ പോലീസ് ചെന്നപ്പോൾ ഇവർ ആരും അവിടെയില്ല. അതിനർത്ഥം ഇവർ പറഞ്ഞത് കള്ളമാണെന്നും ഇവർക്കാരെയും നേരിടാൻ പറ്റില്ല എന്നുമാണ്. ഇവരുടെ വീട് തിരുവനന്തപുരത്ത് തന്നെയാണ്. അവിടെ ചെന്ന് അന്വേഷിച്ചാൽ ഇവരെ കിട്ടും. ഇന്നത്തെ നിയമത്തെപ്പറ്റി എല്ലാം അറിയാവുന്ന ജസ്റ്റിസ് കമാൽ പാഷ സാറും ജോർജ് ജോസഫ് സാറും ഒക്കെ വീഡിയോ ചെയ്തിരിക്കുകയാണ് ഇതിനെപ്പറ്റി. കമാൽ പാഷ സാറൊക്കെ ഇതിനെപ്പറ്റി നിയമവശം അറിയാതെ വീഡിയോ ചെയ്യുമോ? ഞങ്ങളാരും പറഞ്ഞിട്ടല്ല അവർ പറയുന്നത്. കേരള സമൂഹം മുഴുവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ തെളിവെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാം കോടതിയിൽ കാണിക്കും. പിന്നെ ഞങ്ങൾ ടാക്സ് വെട്ടിക്കാൻ ആണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാതെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ടാക്സ് അടച്ച റെസിപ്റ്റ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാനും എൻ്റെ മകളും എൻ്റെ കുടുംബവും കുറച്ചു നേരമെങ്കിലും സമൂഹത്തിന് മുന്നിൽ കള്ളന്മാരായിപ്പോയി. പക്ഷേ ഞങ്ങളാരും ഒരിടത്ത് മോശമായി പെരുമാറിയിട്ടില്ല. ഞങ്ങൾക്കെതിരെ ഒരു കേസുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. ഈ വിഷയം വന്നപ്പോൾ ഞാൻ നേരെ പോയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. ഞാൻ BJP പാർട്ടിയിലാണെന്ന് കരുതി എൻ്റെ പാർട്ടിയിലെ ഒരു ഉന്നതരെയും ഞാൻ ഇതിലേക്ക് വലിച്ചിഴച്ചില്ല. ഞാനിതൊന്നും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല. പാർട്ടിയുടെ പേരിൽ എൻ്റെ കുടുംബത്തെ ക്രൂശിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഇത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല താമസമുണ്ടാകും. ഈ പണമൊന്നും തിരിച്ചു കിട്ടുക എളുപ്പമല്ല. പൈസ പോകുന്നെങ്കിൽ പോകട്ടെ. ഇവരെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എങ്കിലും ഞങ്ങളത് ചെയ്യും. ഇവർ ഈ സമൂഹത്തിന് തന്നെ അപകടമാണ്. ഞങ്ങൾ കണ്ട അവരുടെ മുഖം വേറെയാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന മുഖമല്ല. കേരളത്തിൽ സർവ്വ സ്ഥാപനങ്ങളിലായാലും തട്ടിപ്പ് നടക്കാറുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജുകൾ നിരവധിയാണ്. ബിസിനസ് തുടങ്ങുന്നവർ വളരെ സൂക്ഷിക്കണം. ഞങ്ങളുടെ കൺമുന്നിലാണ് കോടികൾ പോയതെന്ന് എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു. തൻ്റെ മകൾ പറഞ്ഞത് ഒട്ടും കൂടിപ്പോയിട്ടില്ല എന്നും കേരളത്തിൽ എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടാകണം. ഞാനിത് കണ്ടുപിടിച്ച ഉടനെ ഇവരെ വിളിച്ച് സത്യം പറയാൻ പറഞ്ഞു. നിങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു കോംപ്രമൈസിലോട്ട് വരാം. പക്ഷേ നിങ്ങൾ കള്ളം പറഞ്ഞാൽ എനിക്ക് നിയമപരമായി നീങ്ങേണ്ടി വരും. അവർ പറഞ്ഞത് 500 രൂപ 2000 രൂപയൊക്കെ എടുത്തിട്ടുള്ളൂ എന്നാണ്. ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾക്ക് സത്യം പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇടുകയാണ്. കടയിൽ വന്ന് സാധനം വാങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ. ഉടൻ തന്നെ അവർ എല്ലാവരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ കാലിൽ വീഴാം, അങ്ങനെ സ്റ്റോറി ഇടരുത്. ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ഞങ്ങൾ കള്ളികളാണെന്ന് വിചാരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കള്ളികളല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സ്റ്റോറി ഇട്ടതും എൻ്റെ 2 പ്രൊഫൈലും ഒരു കടൽ പോലെ മെസ്സേജ് വരാൻ തുടങ്ങി. എൻ്റെ QR കോഡ് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ CCTV വിഷ്വൽ കിട്ടാത്ത ഇടത്തു നിന്നാണ് പലതും ചെയ്തത്. എനിക്ക് സുഖമില്ലാതായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ ദയവ് ചെയ്ത് വേണ്ടതെല്ലാം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവരിലുള്ള വിശ്വാസം കാരണം ഞാൻ എല്ലാം വിട്ടുകൊടുത്തിരുന്നു. അങ്ങനെയാണ് എനിക്ക് ചതി പറ്റിയത്. ഈ പെൺകുട്ടികൾ എന്നെ ഫോൺ വിളിച്ച ദിവസം രാത്രി എന്നെ ഉറങ്ങാൻ അനുവദിച്ചിട്ടില്ല. നിങ്ങൾ കണ്ട വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് വെളുപ്പാങ്കാലത്ത് 3:30-നാണ്. ഇവർ മാറി മാറി എന്നെ വിളിച്ച് ശല്യം ചെയ്യുകയാണ്. അശ്വിൻ്റെ ഫോണിലാണ് അവസാനം അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം അശ്വിൻ എനിക്ക് ഫോൺ തന്നു. ഇത്രയും നേരം അവൻ എന്നെ ശല്യം ചെയ്തതിൻ്റെ പൊട്ടിത്തെറി കൂടിയാണ് ഞാനതിൽ കാണിച്ചത്. ഞാൻ ഗർഭിണിയാണ്, എനിക്ക് ഉറങ്ങണം, എന്തുണ്ടെങ്കിലും നാളെ നോക്കാം എന്ന് അവരോട് ഞാൻ പറയുന്നുണ്ട്. ഞാനിപ്പോൾ 8 മാസത്തിലാണ്. ഈ മാസം ഇനി ഡെലിവറി ഉണ്ടാകും. എനിക്കിനി ഒറ്റയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അതാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ വിളിച്ചത്.
എൻ്റെ ഭർത്താവ് വേറൊരു ജോലിയുള്ള ആളാണ്. പുള്ളിയുടെ തലയിൽ ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഞാനിത് എൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഭയന്നു. എനിക്ക് വേണമെങ്കിൽ മീഡിയക്കാരെ അറിയാം, മീഡിയയിൽ പറയാം, പക്ഷേ പിന്നീടാകട്ടെ എന്ന് കരുതി. അപ്പോഴാണ് ഞാൻ തെറി വിളിക്കുന്ന വീഡിയോ അവർ പുറത്തുവിട്ടത്. അവർ വിചാരിച്ചു ഞാൻ തെറി പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും എനിക്കെതിരെ തിരിയുമെന്ന്. പക്ഷേ എന്നെ ആ അവസ്ഥയിൽ അവർ കൊണ്ട് എത്തിച്ചതാണ്. അവർ എന്നെ ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. അവരെ ഞാൻ അനിയത്തിമാരായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ അവർ മീഡിയയിൽ സംസാരിച്ചത് കണ്ടാൽ അറിയാം അവർക്ക് തന്നെ ഒരു സ്റ്റാൻഡില്ല. ദിയ മാഡം, ദിയ ചേച്ചി, ദിയ അവൾ എന്നൊക്കെയാണ് അവർ മീഡിയയിൽ വിളിക്കുന്നത്. എനിക്ക് കേരളത്തിലുള്ള എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത്. സാധാരണ സോഷ്യൽ മീഡിയയിൽ എനിക്ക് സപ്പോർട്ട് ഉണ്ടാകാറില്ല, പക്ഷേ ഈ വിഷയത്തിൽ എല്ലാവരും എൻ്റെ കൂടെ ഒറ്റക്കെട്ടായി നിന്നു. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. മീഡിയയോടും പോലീസിനോടും സോഷ്യൽ മീഡിയയോടും എനിക്ക് നന്ദിയുണ്ട്. നിങ്ങളുടെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് എന്നാണ് ദിയ പറയുന്നത്.